ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കയ്യിലിടുന്ന മെഹന്തി എങ്ങനെ നല്ല ചുവപ്പ് കളറിൽ കിട്ടാനും അതിൽ കൂടുതൽ ആവിവെള്ളം കിട്ടാനും എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഇതുപോലൊരു ടിന്നും ഇതുപോലെ കുഴിയുള്ളൊരു പാത്രവുമാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ചായപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടി എടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ടിന്നിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത ആ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നടുവിലായിട്ട് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ഒരു ടൈലിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കല്ലോ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ആ ഒരു കിട്ടുന്ന ആവിവെള്ളം വറ്റി പോവാതിരിക്കുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കളർ അങ്ങനെ. അപ്പോൾ നമ്മളിതുപോലെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പല പാത്രത്തിലായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരന്ന പാത്രം വെച്ച് കൊടുക്കരുത്, ഇതുപോലെ കുഴിഞ്ഞിട്ടുള്ള അടിഭാഗം കുഴിഞ്ഞിരിക്കുന്ന പാത്രം വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴത്തേന് ആ വെള്ളം ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം മാറ്റിയിട്ട് നമുക്ക് കൂടുതൽ ആവിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബോ അല്ലെങ്കിൽ കുറച്ച് ഐസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റും കൂടെ വെക്കുക. അപ്പോൾ കൂടുതൽ വെള്ളം കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കും ചെയ്യട്ടോ. അപ്പോഴും നല്ലൊരു കളറ് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ മൈദയിട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ആവശ്യമുള്ളത് മിക്സ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ, പിന്നെ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ മൈദയിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ പിറ്റേ ദിവസത്തിന് അത് കട്ടായി പോവും, ഉണങ്ങിയിട്ട് പിന്നെ അത്ര ഒരു ചോപ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് മൈദയിട്ട് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല കട്ടിയാവാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തിലെടുത്തിട്ട് നമുക്ക് കയ്യിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ രാത്രി ഇട്ടിട്ട് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേന് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും, നല്ല ചുവപ്പ് കളറായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് ഒരു തവണ ഇട്ടിട്ടുള്ളൂ, നല്ല കളറുണ്ട്. അപ്പോൾ പെരുന്നാളൊക്കെ ആണല്ലോ, അപ്പോൾ ഏതറിയാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചി നല്ല ചുവന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക്